ഹൈലി കാത്തിരുന്ന ഒരു സൂര്യ സിനിമ, പക്ഷേ ഹൈലി ഡിസപ്പോയിന്റിങ് എക്സ്പീരിയൻസ് കിട്ടിയ ഒരു അനുഭവമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണത്. വിശ്വനാഥ് ആൻഡ് സൺസ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ഫീൽ ഗുഡ് കമ്മിങ് ഓഫ് ഏജ് റൊമാൻറ്റിക് പടമായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം തോന്നി ഈ പടത്തിന്റെ സ്ക്രിപ്റ്റാണ്. ഒരു പ്രോപ്പർ റൈറ്റിംഗ് ഇല്ല. എനിക്ക് ഈ പടത്തിന്റെ ചില പോർഷൻസ് കാണുമ്പോൾ വിചാരിക്കും, ഓ നല്ലൊരു സിനിമ, കണ്ടിരിക്കാൻ പറ്റിയ ഒരു വാച്ചബിൾ ആയ ഒരു ഫൈൻ സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ക്യൂട്ട് മൊമെന്റ്സ്, ഹാർട്ട് ഫെൽ മൊമെന്റ്സ്, ഇമോഷണൽ മൊമെന്റ്സും അത്യാവശ്യം നല്ല ഹോൾസം എന്റർടൈനറിന് വേണ്ടുള്ള നല്ലൊരു ഫാമിലി പടം കാണുന്ന അനുഭവം നമുക്ക് ചില നിമിഷങ്ങൾ കിട്ടും. പക്ഷെ ചില മൊമെന്റ്സ് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് എന്താ ഇവരെ കാട്ടിക്കൂട്ടണേന്ന്. ഒരു ലോജിക്കില്ലാത്ത അൺനെസസറി ആയ കുറെ സീൻസ് കുത്തിക്കയറ്റി ഭയങ്കര ഒരു അപരാധം കാണുന്ന എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ വീണ്ടും നമ്മൾ വിചാരിക്കും, ഓക്കെ നല്ലൊരു സിനിമ കാണുന്ന എക്സ്പീരിയൻസ്. വീണ്ടും നമ്മൾ വിചാരിക്കും ഒരു ദുരന്തം പടം കാണുവാന്ന്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പടം മോസ്റ്റ്ലി കിട്ടിയത്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഒരു 3/4 മണിക്കൂർ ഞാൻ വിചാരിച്ചു, ഓ നല്ലൊരു സിനിമ, ഇതുവരെ ഒരു കുഴപ്പമില്ല, നല്ലൊരു ഹോപ്പ് കിട്ടി. പക്ഷെ വീണ്ടും 3/4 മണിക്കൂറിന് ശേഷം സൂര്യയുടെ ക്യാരക്ടർ സ്വന്തം അച്ഛന്റെ രണ്ടാം ഭാര്യയുടെ വീട്ടിൽ പോകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അവിടെ മുതൽ ഈ പടം പിന്നെ ഉണ്ടല്ല സഹിക്കാൻ പറ്റാത്തൊരു കാറ്റഗറിയിലോട്ട് കിടക്കും. അതുവരെ എന്റെ മനസ്സിൽ ആ ഒരു രണ്ടേ മുക്കാൽ മണിക്കൂർ എന്നൊരു സംഭവം എന്റെ മനസ്സിൽ ഉണ്ടായില്ല. പക്ഷെ അതിനുശേഷം ഉണ്ടല്ലോ ഈ സിനിമ ഇങ്ങനെ വലിഞ്ഞു 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 പോകുന്ന ഒരു അനുഭവമാണ് കിട്ടിയത്. ആൻഡ് ഇതെന്തുണ്ടെങ്കിലും സൂര്യ വാസ് സൂപ്പർ. നല്ല ഹാൻസം ആയിരുന്നു. സൂര്യയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു അപ്പിയറൻസ് ആണ് ഈ സിനിമയുടെ ഏകദേശം ഒരു വലിയൊരു സെല്ലിംഗ് പോയിന്റ്. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. ആൻഡ് ഹിസ് പെർഫോമൻസ് ആസ് യൂഷ്വൽ ഭയങ്കര പുതിയ സൂര്യൊന്നുമില്ല, പണ്ടത്തെ സഞ്ജയ് രാമസ്വാമിയുടെ വേറൊരു വേർഷൻ, പക്ഷെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് മമിത ബൈജു, ആദ്യമായിട്ടാണ് എനിക്ക് മമിതയുടെ ഒരു അഭിനയത്തെ പറ്റി ഒരു മിക്സഡ് ഒപ്പീനിയൻ പറയാനുള്ളത്. പക്ഷെ ഏതായാലും ഇടക്ക് നമുക്ക് മമിത കൊള്ളാം, പക്ഷെ ഇടക്ക് ഭയങ്കര ഓവർ ആക്ടിങ്, ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും ചില പോർഷൻസ് വരുമ്പോൾ. ചില ഡയലോഗ് പറയുന്ന മൊമെന്റ് ഒക്കെ ഒരു മീറ്റർ കഴിഞ്ഞു പോയില്ലേ, അങ്ങനത്തെ ഒരു കുറെ മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ രാധിക ശരത് കുമാറാണ്. ഗംഭീര ലെവലിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഷോ സ്റ്റീലർ ആയിരുന്നു. ഈ സിനിമയിൽ എന്തൊക്കെ പോരായ്മ ഉണ്ടെങ്കിലുണ്ടല്ലോ, രാധികയുടെ പോർഷൻസ്, രാധിക ശരത് കുമാർ ഉള്ള ഒരു പോർഷൻസ് ഉണ്ടല്ലോ, ഭയങ്കര ക്യൂട്ട്, ഭയങ്കര ഹാർട്ട് ഫെൽറ്റ്, ഭയങ്കര ജെനുവിനിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഈ സിനിമ അല്ലാണ്ടുണ്ടല്ലോ നമുക്ക് ഭയങ്കര പ്ലാസ്റ്റിക്, ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി എല്ലായിടത്തും തോന്നും. സിനിമ ആദ്യം മുതലേ തോന്നും. പക്ഷെ അവരുടെ പോർഷൻസ് നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. ആൻഡ് ഈ സിനിമ റിച്ച് ഇൻ വിഷ്വൽസ് ആണ്, റിച്ച് ഇൻ ആർട്ടാണ്, കംപ്ലീറ്റ്ലി റിച്ച് ആണ്. എല്ലായിടത്തും നമുക്ക് ഒരു റിച്ച് സെറ്റപ്പാണ് കാണാൻ പറ്റുന്നത്. സ്റ്റൈലിഷ് ആക്ഷൻ എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വീക്ക് സ്ക്രീൻ പ്ലേ, ഔട്ട്ഡേറ്റഡ് ഡയലോഗ്സും ജീവ് പ്രകാശിന്റെ വളരെ വീക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എല്ലാം കൂടി സിനിമേനെ ഇല്ലാണ്ടാക്കി തന്നെ പറയേണ്ടി വരും. എന്നാലും അടുത്ത സൂര്യയുടെ പടത്തിന് വേണ്ടി കാത്തിരിക്കും. വീണ്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പടത്തിലെങ്കിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും ഇത് ഏകദേശം ഒരു സീരിയൽ പരിപാടിയുള്ള ഒരു വളരെ ഡിസപ്പോയിന്റിംഗ് ആയ ഒരു ഫാമിലി റൊമാൻറ്റിക് ഡ്രാമയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്.